Йося! Господи, боже мой! റഷ്യയിൽ 8.8 തീവ്രതയുള്ള ഭൂകമ്പം ഇന്ന് രാവിലെ പകുതിയോടെയാണ് രേഖപ്പെടുത്തിയത്. ഭൂകമ്പം കടൽതലത്തിനു കീഴിലാണ് ഉണ്ടായത്, അതിനാൽ വലിയ തിരകളോടുകൂടിയ സുനാമി രൂപപ്പെട്ടു. സുനാമിയുടെ ബാധിത പ്രദേശങ്ങൾ ജപ്പാൻ ചില തീരപ്രദേശങ്ങളിൽ തീരങ്ങൾ വെള്ളത്തിലായി. കപ്പലുകൾ തലകീഴായി മറിയുകയും ചെറിയ കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുണ്ട്. റഷ്യ തീവ്രമായ തിരകൾ ആഞ്ഞടിച്ച് വീടുകളും റോഡുകളും നശിച്ചു. ചില തദ്ദേശവാസികൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ താമസം കണ്ടെത്തിയിട്ടുണ്ട്. അറുകിലെയുള്ള ദ്വീപുകൾ തീരപ്രദേശങ്ങളിൽ ജലപരാവർത്തനം ഉയർന്നതും ചെറിയ ഭൂസ്ഖലനങ്ങൾ ഉണ്ടായതും റിപ്പോർട്ടുണ്ട്. ഹവായിയിലേക്കുള്ള മുന്നറിയിപ്പ്. ഭൂകമ്പത്തിന്റെ ശക്തി കാരണം തിരമാലകൾ തീവ്രമായി നീങ്ങി, അലയൊലികൾ പസഫിക് സമുദ്രം പകുതി കടന്നു പോകുന്ന തരത്തിൽ വ്യാപിച്ചു. ഹവായ് ദ്വീപുകൾക്ക് 10 മണിക്കൂറിനുള്ളിൽ സുനാമി എത്തിയേക്കാം എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കൻ സുനാമി സെന്റർ പുറപ്പെടുവിച്ചത്. തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർക്ക് ഉയർന്ന ഭാഗങ്ങളിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റഷ്യയിലും ജപ്പാനിലും പല വീടുകളും തകർന്നു വീണു. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദമായി. കപ്പലുകൾ തകർന്നതും തുറമുഖങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതും റിപ്പോർട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകി തുടങ്ങി. കടലിലെ ജലചലനങ്ങൾ മൂലം ജൈവവൈവിധ്യത്തിനും ബാധ ഉണ്ടാകാം. മത്സ്യബന്ധനവും കടലാശ്രിത വാണിജ്യവും താൽക്കാലികമായി നിലച്ചു. മുൻകരുതൽ നിർദ്ദേശങ്ങൾ. 1. തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ ഉയർന്ന ഭാഗങ്ങളിലേക്ക് മാറുക. 2. സർക്കാരിന്റെ ആധികാരിക കേന്ദ്രങ്ങളുടെ അറിയിപ്പുകൾ മാത്രമേ വിശ്വസിക്കേണ്ടത്. 3. തീരത്ത് പോകാതിരിക്കുക, കുട്ടികളെ ഒറ്റയ്ക്ക് ഇറക്കരുത്. 4. പ്രാഥമിക സഹായക്കിറ്റുകൾ തയ്യാറായി വെക്കുക. ഇതുപോലുള്ള ആഗോള ദുരന്തങ്ങളെക്കുറിച്ച് അറിയാൻ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യൂ. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.